ഓക്കെ. അപ്പോ ഈ നമുക്കറിയാം ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ഇതേപോലെ ബോധവൽക്കരണം നടക്കുകയും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്തുവെങ്കിലും ജനങ്ങൾ ഈ മില്ലറ്റുകൾ വാങ്ങിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മറ്റുള്ള ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഇല്ലാത്തതും അതിന്റെ ഒരു ചവർപ്പാണ് ശരിക്കും മില്ലറ്റുകൾക്ക് സ്വമേധയാ ഉള്ളത്. അതുപോലെ തന്നെ ഇത് പാകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് 1 2 ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും പിന്നെ അത് മാറ്റി വെക്കുകയും പഴയ രീതിയിലേക്ക് ആളുകൾ തിരിച്ചു വന്നു. പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് എളുപ്പത്തിൽ ടേസ്റ്റിൽ കിട്ടാൻ പറ്റുന്ന അരിയുടെയും മൈദയുടെയും ഗോതമ്പിന്റെ ഒക്കെ ഭക്ഷണത്തിലേക്ക് ആളുകൾ തിരിച്ചു വന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മില്ലറ്റ് നല്ലതാണെന്നറിയാം, ചെറുധാന്യങ്ങൾ നല്ലതാണെന്നറിയാം. ഈ ചെറുധാന്യങ്ങളിൽ വരുന്നത് നമുക്കറിയാം ഏകദേശം 8ഓളം മില്ലറ്റുകളാണ്. റാഗി അതേപോലെ ഉള്ള 8ഓളം മില്ലറ്റുകളാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടെ മില്ലറ്റ് മാജിക് റൈറ്റ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഈ 2 കാര്യങ്ങൾക്കും സൊല്യൂഷനായിട്ടാണ് വരുന്നത്. ഒരു ഒരു ജനങ്ങൾക്ക് ഉള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ശരിക്കും അത് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ടേസ്റ്റ് ഇല്ലാത്ത പ്രശ്നവും ഇത് പാകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പരിഹരിച്ചുകൊണ്ട് റൈറ്റ് മാർക്കറ്റിംഗ് കമ്പനി ഇവിടെ ചെയ്തിരിക്കുന്നത് റെഡി ടു കുക്ക് ഫോമില് എല്ലാ മില്ലറ്റുകളും റെഡി ടു കുക്ക് ഫോമില് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പാക്കേജ് ആയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ എളുപ്പത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ഒരു മില്ലറ്റ് നമ്മൾ ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ മില്ലറ്റിന്റെ ഒപ്പം തന്നെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു തെനയുടെ പുട്ടുപൊടിയാണ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ അതിൽ 80% തിനയും അതിനോടൊപ്പം തന്നെ ഷുഗർ ഫ്രീ റൈസ്, അതേപോലെ ഉണക്കമുന്തിരി, ഉഴുന്ന്, ഇതേപോലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി അതിൽ മിക്സ് ചെയ്ത് ഒരു കോമ്പിനേഷൻ പാക്കേജ് ആയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോ നിലവിലെ ആളുകൾക്ക് മില്ലറ്റുകൾ നല്ലതാണെന്നറിയാം, അതിന് ആരോഗ്യം നിലനിർത്താൻ വേണ്ട ഒരു ഘടകമാണെന്നറിയാം. പക്ഷേ അത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടും ചവർപ്പും ഉള്ളത് കൊണ്ടും ആളുകൾ ഉപയോഗിക്കാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടേസ്റ്റി ആയിട്ടും റെഡി ടു കുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ അരിയുടെ ഭക്ഷണവും മൈദയുടെ ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടും ഇടിയപ്പവും ഇഡ്ഡലിയും ചപ്പാത്തിയും ദോശയും ഉപ്മാവും എല്ലാ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഈ മില്ലറ്റുകൾ വെച്ച് വളരെ എളുപ്പത്തിൽ റെഡി ടു കുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കമ്പനി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ കമ്പനി 15 വർഷമായിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയും അതിനെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അതിന്റെ തവിടുമെല്ലാം മാറ്റി പ്രോസസ്സ് ചെയ്തു അതിനെ പൊടിച്ച് അതിൽ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ചേർത്തുകൊണ്ട് മാർക്കറ്റ് കമ്പനി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 4.5 ലക്ഷം ജനങ്ങൾ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് റൈറ്റ് മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് 15 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ കമ്പനിയുടെ MD എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് സെൽവകുമാർ സാറാണ്. മധുരയിലാണ്, കമ്പനി മധുരയിലുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള അദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള 60ഓളം പ്രോഡക്റ്റുകളാണ് നമ്മുടെ കമ്പനിയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ഇപ്പൊ ഒരു മില്ലറ്റ് തന്നെ പുട്ട് ആയിട്ടുണ്ടാവും, ചപ്പാത്തി ആയിട്ടുണ്ടാവും, ദോശ ആയിട്ടുണ്ടാവും, ഇഡ്ഡലി ആയിട്ടുണ്ടാവും, പല മിക്സഡ് ആയിട്ടുള്ള മില്ലറ്റുകളുണ്ട്. അങ്ങനെ 60ഓളം പ്രോഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള മില്ലറ്റിന്റെ വിഭവങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ. അതോടൊപ്പം തന്നെ 2023 മില്ലറ്റ് ഇയർ ആയി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇതിന് പ്രാധാന്യം കൂടി വരുന്നത് കമ്പനി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലും അതേപോലെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ ഇന്റർനാഷണൽ രീതിയിലേക്കും ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യുന്നതിനും വളരെ ഫാസ്റ്റായിട്ട് ജനങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഫ്രാഞ്ചൈസി സിസ്റ്റം കൂടി കഴിഞ്ഞ മാസം മുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കേരളത്തിലുടനീളം ഫ്രാഞ്ചൈസികൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏകദേശം 10ഓളം ജില്ലകളിൽ ഡിസ്ട്രിക്ട് ഹബ്ബുകൾ വന്നിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്ത്, മുനിസിപ്പൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഇതിന്റെ ഫ്രാഞ്ചൈസികൾ കൊടുത്തുകൊണ്ട്
ജനങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ കമ്പനി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ നല്ല രീതിയിൽ അതിനെ സ്വീകരിക്കുകയും അത് അവരുടെ ഒരു ഭക്ഷണ രീതിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഈ മില്ലറ്റിന്റെ വിഭവങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നമുക്കറിയാം പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങൾ എത്ര നല്ല ഗുണമുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും അതിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ടേസ്റ്റി ആയിട്ട് റെഡി ടു കുക്ക് ആയിട്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള ഒരു ലേഡി എന്നെ കോണ്ടാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു. അപ്പോ അവര് ആദ്യത്തെ ദിവസം തന്നെ അവര് പ്രൊഡക്റ്റ് ഒരു എന്തോ ഒരു പുട്ടോ ദോശ എന്തോ ഉണ്ടാക്കി കഴിച്ചു. ആ കഴിച്ച അന്ന് തന്നെ അവര് എനിക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് തന്നു. വളരെ നല്ല പ്രൊഡക്റ്റ് ആണ് സാർ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ഇതില് നമുക്ക് ബിസിനസ് എന്താണ്? നിങ്ങളിപ്പോ പറയും നല്ല പ്രൊഡക്റ്റ് ആണ്, ശരി, ഓക്കെ. ഞങ്ങൾക്ക് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? നമ്മളിവിടെ നല്ലൊരു ഉൽപ്പന്നം, അതായത് ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യത്തിലും അവരുടെ ജീവിത സ്റ്റൈലിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ്. ഇതിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 60ഓളം പ്രോഡക്റ്റുകളാണ് ഉള്ളത്. അതില് 180 രൂപ MRP ആണ് ആവറേജ് റേറ്റ് വരുന്നത്. അര കിലോ 500 ഗ്രാമിന്റെ പാക്കേജ് ആണ് വരുന്നത്. അപ്പോൾ 180 മുതൽ മാക്സിമം വരുന്നത് 360 രൂപയാണ് റേറ്റ് വരുന്നത്. 360 എന്ന് പറയുന്നത് മില്ലറ്റ് മിൽക്ക് എന്ന് പറയുന്ന ചോക്ലേറ്റ്, ബദാം, വാനില അങ്ങനെ 3 ഫ്ലേവറിലുള്ള ഒരു മില്ലറ്റ് മിൽക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഒരു വെയിറ്റ് മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം ഇന്ന് പല കമ്പനികളും ഇന്റർനാഷണൽ കമ്പനികളും വെയിറ്റ് മാനേജിന് വേണ്ടിയിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ അര കിലോ 500 ഗ്രാമിന്റെ 360 രൂപയുടെ മില്ലറ്റ് മിൽക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്കാണെങ്കിൽ ഏകദേശം 15 ദിവസം മുതൽ 25 ഒരു മാസം വരെയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് പൗഡർ രൂപത്തിലാണ്. നമ്മൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുന്നതിന് വേണ്ടി ഷെയ്ക്ക് രൂപത്തിലോ ജ്യൂസിലോ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. ചൂടുവെള്ളത്തിൽ കഴിക്കാം, പാലിൽ കഴിക്കാം. പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് തേങ്ങാപ്പാലിൽ കഴിക്കാം. നമുക്ക് ഫ്രൂട്ട്സിന്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാം. ഷെയ്ക്ക് ആയിട്ട് കഴിക്കാം. മിൽക്ക് ഷെയ്ക്ക് ആയിട്ടാണ് അത് വരുന്നത്. അതായത് പാലിൽ നമ്മൾ ഈ ഒരു പൗഡർ നമുക്കൊരു അര ഗ്ലാസ് നമ്മൾ കാച്ചി വെച്ചതിന് ശേഷം അതിൽ നിന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഷെയ്ക്ക് അടിക്കാനായിട്ട് ആ പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈ പൗഡർ കാച്ചി വെച്ചിരിക്കുന്ന ഈ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ജ്യൂസ് അടിച്ച് ഷെയ്ക്കായിട്ട് നമുക്ക് കുടിക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ട് നമ്മളുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പല പ്രൊഡക്റ്റുകളും വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഷെയ്ക്ക് മാത്രം 360 രൂപയുടെ ഷെയ്ക്ക് ഒരാൾ ഒരു മാസം കഴിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറഞ്ഞവർക്ക് വെയിറ്റ് കൂട്ടാനും വെയിറ്റ് കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറക്കാനും ആരോഗ്യം നിലനിർത്താനും ബോഡി സ്ട്രോങ് ആക്കാനും സാധിക്കും. അതേപോലുള്ള പുട്ട്, ചപ്പാത്തി, ദോശ, ഇടിയപ്പം, ഇഡ്ഡലി, ഇടിയപ്പം, അതേപോലെ പൊങ്കൽ, ഇങ്ങനെ ഒരുപാട് ബിരിയാണി എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടില് അരിയും മൈദയും മാറ്റി വെച്ചിട്ട് രാവിലെയും വൈകിട്ടും പറ്റുമെന്നുണ്ടെങ്കിൽ 3 നേരവും നമുക്ക് വേണമെങ്കിൽ മില്ലറ്റിന്റെ ഉൽപ്പന്നങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവിടെ നമ്മളൊരു കസ്റ്റമർ എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്നും ഇപ്പോൾ എല്ലാ 4 സ്റ്റേറ്റുകളിലേക്ക് ഫ്രീ ഡെലിവറി ഉണ്ട്, കേരളം ഉൾപ്പെടെ. അപ്പൊ ഒരു കസ്റ്റമർ 3000 രൂപയുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ അവർക്ക് 60ഓളം പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റും അതിന്റെ പ്രൈസും നമ്മൾ അയച്ചു കൊടുക്കും. അതിനുശേഷം അതിൽ നിന്ന് നിങ്ങൾ ഒരു 3000 രൂപ MRP വരുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് കമ്പനിയിലേക്ക് അടച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് 3000 രൂപയുടെ പ്രൊഡക്റ്റ് ലഭിക്കും. ആ 3000 രൂപയുടെ പ്രൊഡക്റ്റ് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും നിങ്ങളുടെ സ്പോൺസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയും പാസ്വേഡും ലഭിക്കും. ഐഡിയും പാസ്വേഡും ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ പർച്ചേസ് മുതൽ 3000 രൂപയുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2000 രൂപ കമ്പനിയിലേക്ക് അയച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് രണ്ടാമത് പ്രൊഡക്റ്റ് വാങ്ങിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കാനാണെങ്കിലും
നിങ്ങളൊരു കസ്റ്റമറിൽ നിന്നും അവരുടെ അടുത്ത് പറയാം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി കിട്ടണമെന്നുണ്ടെങ്കിൽ 3000 രൂപ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് 3000 രൂപ പ്രൊഡക്റ്റ് കസ്റ്റമറിൽ നിന്നും അതിന്റെ ഓർഡർ ലിസ്റ്റ് വാങ്ങിക്കുക. അവരിൽ നിന്നും 3000 രൂപ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് 1000 രൂപ അതിൽ നിന്ന് നിങ്ങളുടെ പോക്കറ്റിലേക്ക് വെക്കാം. ബാക്കി 2000 രൂപ കമ്പനിയിലേക്ക് നിങ്ങളുടെ സ്പോൺസർ വഴി അയച്ചു തരാം. അപ്പോ കമ്പനി നിങ്ങൾക്കോ നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്കോ നിങ്ങളുടെ കസ്റ്റമർ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ആ കസ്റ്റമറുടെ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് കമ്പനി 3000 രൂപ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ ഒരു 3000 രൂപ പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റ് അവർക്ക് കസ്റ്റമറിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് 1000 രൂപ പ്രോഫിറ്റ് ആയി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. പ്ലസ് നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഐഡിയുടെ കെയർ ഓഫിൽ അവരുടെ ഐഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെയും നിങ്ങൾക്കൊരു കസ്റ്റമറെ നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അവരിൽ നിന്നും 1000 രൂപ പ്രോഫിറ്റ് കിട്ടിയത് കൂടാതെ 100 രൂപ കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റെഫറൽ ഇൻകം ആയിട്ട് നിങ്ങൾ റെഫർ ചെയ്തതിന്റെ പേര് റെഫറൽ ഇൻകം ആയിട്ട് 100 രൂപ നിങ്ങൾക്ക് കിട്ടും അക്കൗണ്ട് ത്രൂ. പ്ലസ് നിങ്ങളുടെ ഐഡിയുടെ വൺ സൈഡ് അവരെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ബൈനറി സിസ്റ്റം ആയതുകൊണ്ട് അവിടെ നിങ്ങൾക്കൊരു 150 രൂപയുടെ ഒരു പോയിന്റ് അവിടെ ആഡ് ആവും. അത് 150 രൂപയാണ്. റൈറ്റ് സൈഡിലും കൂടി ഒരു ബിസിനസ് വരുമ്പോൾ അത് മാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 150 രൂപയും കൂടി വരും. അതായത് 3000 രൂപയുടെ 2 ബിസിനസ് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരു 150 രൂപയുടെ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു പാക്കേജ് കൊടുത്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് 1100 രൂപ നിങ്ങൾക്ക് അവിടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ ബൈനറി സിസ്റ്റത്തിൽ നിങ്ങൾ രണ്ടാമത് കൊണ്ടുവരുന്ന വ്യക്തിയും അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറി. അവരും ഇതേപോലെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യും. അവർക്കും റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. അവര് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ 150 ഒരു പോയിന്റ് അവിടെ കയറും. ഇങ്ങനെ ബൈനറിയിൽ നമുക്ക് ഒരു ദിവസം മാക്സിമം ബൈനറിയിൽ നിന്ന് കിട്ടാവുന്ന എമൗണ്ട് 10,000 രൂപയാണ്. 5000 രൂപയായിരുന്നു ഈ 1-ാം തീയതി മുതൽ കഴിഞ്ഞ ഒരാഴ്ച മുതൽ നമുക്ക് ഒരു ദിവസം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു ഐഡിയിൽ നിന്നും 10,000 രൂപ മാക്സിമം നമുക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ സാധിക്കും. ഇതാണ് ബൈനറി പ്ലാൻ. ഇവിടെ രണ്ടാമത് ഒരു ഇൻകം ഉണ്ട്. നമുക്ക് ബൈനറി കിട്ടി, അതേപോലെ തന്നെ റെഫറൽ ഇൻകം ഉണ്ട്. അതുകൂടാതെ നമുക്ക് അറിയാം ഒരു ജില്ലയിൽ 50ഓളം പഞ്ചായത്തുകളുണ്ട്. ഈ 50ഓളം പഞ്ചായത്തുകളിൽ നമുക്ക് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് കൊടുക്കാം. സ്റ്റോക്ക് പോയിന്റുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വന്നിരിക്കുന്ന 3000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തിക്ക് കേരളത്തിന് പുറത്തും നിങ്ങൾക്ക് ഫ്രാഞ്ചൈസികൾ മാർക്കറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വരുന്നത് ഡിസ്ട്രിക്ട് ഹബ് ഉണ്ട്. അതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് പഞ്ചായത്ത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ്. കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങൾക്ക് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് കൊടുക്കാം. അത് 3 ലക്ഷം രൂപയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് പോയിന്റ് കൊടുക്കാം 1.5 ലക്ഷം രൂപ. അത് അൺലിമിറ്റഡ് ആണ്. എവിടെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ ഒരു ഹോം ഗാലറി ഉണ്ട്. നമുക്കൊരു വീട്ടമ്മക്ക് പോലും വീട്ടിലിരുന്ന് ചെയ്യാം. 60,000 രൂപയാണ് ഹോം ഗാലറി. അപ്പോൾ ഈ 60,000 രൂപയുടെയും 1.5 ലക്ഷം രൂപയുടെയും 3 ലക്ഷം രൂപയുടെയും ഫ്രാഞ്ചൈസികൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ റെഫറൽ കമ്മീഷൻ ആയിട്ട് കിട്ടും. 60,000 രൂപയുടെ ഹോം ഗാലറി കൊടുക്കുകയാണെങ്കിൽ 4,000 രൂപ റെഫറൽ കമ്മീഷൻ കിട്ടും. സൂപ്പർ സ്റ്റോക്കിസ്റ്റ് 3 ലക്ഷം രൂപയുടെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ് നിങ്ങൾ റെഫർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപ റെഫറൽ കമ്മീഷൻ കിട്ടും. അപ്പൊ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നമുക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റും. ബൈനറിയിൽ നിന്നും പ്രൊഡക്റ്റിന്റെ പർച്ചേസിന്റെ മാത്രം സീലിംഗ് ആണ് 10,000. ഫ്രാഞ്ചൈസിയുടെ ഇൻകം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ വരുന്നവർ ഫ്രാഞ്ചൈസികൾ കൊണ്ടുവന്നാലും അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ മാച്ചിങ് വരുന്നത് 3 ലക്ഷം രൂപയുടെ ഫ്രാഞ്ചൈസിക്ക് 150 പോയിന്റ്. നമുക്ക് 3000 രൂപയുടെ പ്രൊഡക്റ്റിന് ഒരു പോയിന്റ് ആണെങ്കിൽ 3 ലക്ഷം രൂപ ഫ്രാഞ്ചൈസി കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വൺ സൈഡ് കയറുന്നത് 150 പോയിന്റ് ആണ്. അതായത് 1.5 ലക്ഷം രൂപയുടെ ആണെങ്കിൽ 75 പോയിന്റ്. 60,000 രൂപയുടെ ആണെങ്കിൽ നമുക്ക് 40 പോയിന്റ്. ഇങ്ങനെയാണ് പോയിന്റ് കയറുന്നത്. അപ്പൊ ലെഫ്റ്റിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ ഫ്രാഞ്ചൈസിയും റൈറ്റിൽ 1.5 ലക്ഷം രൂപ ഫ്രാഞ്ചൈസിയും നിങ്ങളോ നിങ്ങളുടെ ടീമിലുള്ള വ്യക്തികളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാച്ചിങ് ആയിട്ട് ഏകദേശം 10,000 രൂപയുടെ അടുത്ത് ഏകദേശം 11,250 രൂപ കട്ടിങ് കഴിഞ്ഞ ഒരു 10,000 രൂപ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അപ്പൊ ഇത്രയും
ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എത്ര ഇൻകം വേണമെങ്കിലും നമുക്ക് ഇതിൽ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ ഒരു ബിസിനസ്സിലുണ്ട്. ഏകദേശം 15 വർഷമായിട്ട് നമ്മുടെ കമ്പനി മാർക്കറ്റിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ MD അഡ്വക്കേറ്റ് സെൽവകുമാർ സാർ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി മൊത്തം സർക്കാർ ജോലിക്കാരും ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് പാഷൻ കൃഷി ആയതുകൊണ്ട് 15 വർഷമായിട്ട് അദ്ദേഹം ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. ഇതിപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ കമ്പനി പോയിക്കൊണ്ടിരിക്കുകയാണ്. പല വിദേശ രാജ്യങ്ങളിലേക്കും സാമ്പിളായിട്ട് പ്രൊഡക്റ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഫ്രാഞ്ചൈസികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഫ്രാഞ്ചൈസികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് സർക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ നിങ്ങളൊരു മീറ്റിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഓഫീസ് ഇനോഗ്രേഷൻ ആണെങ്കിലും ഏത് സർക്കാർ ഉദ്യോഗസ്ഥരെയും ഏത് പഞ്ചായത്തിലെ കൗൺസിലർമാരാണെങ്കിലും മെമ്പർമാരാണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഔദ്യോഗികമായിട്ട് അവരെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും അവർ പങ്കെടുക്കും. അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അവര് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പനിയുടെ പ്രോഡക്റ്റും പ്ലാനും ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ പറഞ്ഞു. പിന്നെ ഫ്രാഞ്ചൈസികൾ നമ്മളിപ്പോ ഡിസ്ട്രിക്ട് ഹബിന് 6 ലക്ഷം രൂപ ഫ്രാഞ്ചൈസിയാണ് കൊടുക്കുന്നത്. ഈ 6 ലക്ഷം രൂപ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. 6 ലക്ഷം രൂപ അവർ കമ്പനിയിലേക്ക് അടക്കുമ്പോൾ ഒരു ഡിസ്ട്രിക്ട് ഹബിന് ഏകദേശം 11.5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അവർക്ക് കുറച്ച് ഏകദേശം 1 ലക്ഷം രൂപയോളം ഏകദേശം ഒരു 82,000 രൂപയോളം ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. സബ്സിഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ 6 ലക്ഷം മുടക്കുന്ന ആൾക്ക് ഏകദേശം 82,000 രൂപയോളം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. 11.5 ലക്ഷം രൂപ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ ആ ഡിസ്ട്രിക്റ്റിൽ പിന്നീട് നടക്കുന്ന ബിസിനസിന്റെ 3% ടേൺ ഓവറിന്റെ പ്രോഫിറ്റിന്റെ അല്ല, നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് എറണാകുളം ജില്ലയിൽ ഒരു ഡിസ്ട്രിക്ട് ഹബ് എടുത്ത ആളാണെങ്കിൽ അദ്ദേഹം എറണാകുളം ജില്ലയിൽ ഒരു മാസം എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ടോ ഈ കമ്പനിയിൽ, നമ്മുടെ ഡയറക്റ്റ് ആയിരിക്കില്ല, പല ആളുകൾ വഴിയായിരിക്കും ബിസിനസ് നടക്കുന്നത്. പക്ഷെ ആ ഡിസ്ട്രിക്ട് ഹബ് എടുത്ത ആൾക്ക് എറണാകുളം ജില്ലയിൽ നടക്കുന്ന ബിസിനസിന്റെ 3% അവർക്ക് കമ്മീഷൻ ആയിട്ട് ലഭിക്കും. ഇതാണ് ബെനിഫിറ്റ്. അതേപോലെ തന്നെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എടുക്കുന്ന ആൾക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും. അവരെടുക്കുന്ന പഞ്ചായത്തിൽ 3 ലക്ഷം രൂപ അവർ കൊടുക്കുമ്പോൾ ഏകദേശം അവർക്ക് 5 ലക്ഷം രൂപ അടുത്തുള്ള പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ആ പഞ്ചായത്തിൽ നടക്കുന്ന ബിസിനസിന്റെ 20% അവർക്ക് പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അവരുടെ കമ്മീഷനായിട്ട് കൊടുക്കുന്നു. അത് ലൈഫ് ടൈം കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതേപോലെ തന്നെ 1.5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോഡക്റ്റ് ഏകദേശം 2 ലക്ഷം രൂപയുടെ മുകളിൽ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ 5% അവർക്ക് എക്സ്ട്രാ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഷോപ്പ് ഇല്ലാത്തവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഹോം ഗാലറി. 60,000 രൂപയുടെ ഹോം ഗാലറി എടുക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും അവർക്ക് 93,000 രൂപയുടെ പ്രൊഡക്റ്റും 7,000 രൂപ ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. അപ്പൊ 60,000 രൂപക്ക് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 93,000 രൂപ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഈ 93,000 രൂപ പ്രൊഡക്റ്റ് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ 7,000 രൂപ ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. അപ്പൊ 1 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോ 60,000 രൂപ പ്രൊഡക്റ്റ് എടുത്ത് ഒരു വീട്ടമ്മ ഇത് വിറ്റ് കഴിയുമ്പോൾ 40,000 രൂപക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി അതിനും പറ്റാത്ത വ്യക്തികൾക്കാണ് നമുക്ക് 3,000 രൂപക്ക് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാം. അതിലൂടെ നമുക്ക് ഡെയിലി 10,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ PDF ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് പറഞ്ഞതുകൊണ്ടാണ് PDF ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഞാൻ ഈ കമ്പനിയിൽ ഒരു 2 മാസമായിട്ട് ഇതിന്റെ മാർക്കറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. നാഷണൽ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ 2 മാസം കൊണ്ട് ഡിസ്ട്രിക്ട് ഹബ്ബുകളും അതേപോലെ തന്നെ സൂപ്പർ സ്റ്റോക്ക് പോയിന്റുകളും മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു എമൗണ്ട് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ലീഡർ പറഞ്ഞു തരും. ഏകദേശം നല്ലൊരു എമൗണ്ട് ഈ 2 മാസം കൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ സാധിച്ചു. അതേപോലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഫ്രാഞ്ചൈസികളും അതേപോലെ തന്നെ ടീമും എല്ലാം ഡെവലപ്പ് ആയിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട അവയർനെസ് പ്രോഗ്രാമുകൾ, അതേപോലെ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഈ മാസം ഇനോഗ്രേഷൻ നടക്കുകയാണ്. പല ഡിസ്ട്രിക്ട് അതുപോലെ ഇനോഗ്രേഷൻ നടക്കാൻ പോകുന്നു. അപ്പോൾ ഓരോ ജില്ലകളും ഇനോഗ്രേഷൻ നടക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ അത് അവിടുത്തെ MLA യോ MP യോ ഒക്കെ ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ കേരളത്തിലെല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്ന 1-2 മാസത്തിനുള്ളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പക്ക ബിസിനസ് ആയിട്ടല്ല ഞാനൊന്നും ഇതിലേക്ക് വന്നത്. ഈ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ കണ്ട് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ കമ്പനിയെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ബിസിനസ് ചെയ്തില്ലെങ്കിലും എൻ്റെ റിക്വസ്റ്റ്, നിങ്ങളൊരു 3000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ആ പ്രോഡക്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഫാമിലിക്കും ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും നിങ്ങൾ ആ പ്രൊഡക്റ്റാക്കി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും നമുക്ക് റിക്കവർ ആവാൻ പറ്റും. നമുക്കറിയുന്നുള്ള ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇന്ന് മെഡിസിൻ ഇല്ല. അത് അസുഖം മാറുന്നില്ല. ഒരു ഷുഗർ വന്ന പേഷ്യന്റ് അത് ഷുഗർ രോഗിയായിട്ട് തന്നെ മരിക്കുകയാണ്. ഇൻസുലിൻ കുത്തിവെക്കുന്നു, അതിനുശേഷം ഡയാലിസിസ് ചെയ്യുന്നു, അങ്ങനെ പോയി അവസാനം അവർ രോഗിയായിട്ട് തന്നെ മരിക്കുന്നു. കുറെ ക്യാഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു പരിഹാരം കിട്ടണമെങ്കിൽ, നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഒരേ ഒരു ഭക്ഷണത്തിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് പതുക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ പരമാവധി മില്ലറ്റിന്റെ ഭക്ഷണങ്ങളാക്കി മാറ്റാം. അതോടൊപ്പം തന്നെ മില്ലറ്റിന്റെ ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലാക്കാൻ സാധിക്കും. 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. 100% ഓർഗാനിക് ആണ്. അത് പറയാനുള്ള അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ മില്ലറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു മഞ്ഞ് തുള്ളികൾ ഉണ്ടെങ്കിൽ പോലും ഈ മില്ലറ്റുകൾ വളരും. അതായത് മരുഭൂമിയിൽ പോലും വിളയുന്നതാണ് മില്ലറ്റ്. വെള്ളം നനക്കണ്ട. അപ്പൊ ചെറുതായിട്ടുള്ള ആ മഞ്ഞ് തുള്ളികൾ കിട്ടിയാൽ പോലും ഇത് വളർന്നു വരും. അതിൽ നിന്ന് വിളവുണ്ടാവും. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫുഡാണ്. കൂടാതെ ഇത് കൃഷി ചെയ്യുന്നത് എല്ലാവരും ഓർഗാനിക് ആയിട്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. കാരണം ഇതിൽ രാസവളങ്ങളോ മറ്റുള്ള ഒരു കാര്യം ഇതിനാവശ്യമില്ല. 100% ഓർഗാനിക് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് 100% ഓർഗാനിക് ആയിട്ട് അതിൽ ഒരു പ്രിസർവേറ്റീവും ആഡ് ചെയ്യാതെ 100% ഓർഗാനിക് ആയിട്ടാണ് നമ്മുടെ കമ്പനി പ്രൊഡക്റ്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസമാണ് എൻ്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത്. ഫ്രാഞ്ചൈസി എടുക്കുന്നവരിലൊക്കെ എന്തെങ്കിലും 6 മാസത്തിന് ശേഷം പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി റീപ്ലേസ് ചെയ്ത് കമ്പനി പുതിയ പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കും. അത് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ളതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കമ്പനി റീപ്ലേസ് ചെയ്യും. പല കമ്പനികളും പ്രൊഡക്റ്റുകൾ റീപ്ലേസ് ചെയ്യാറില്ല. നമ്മുടെ കമ്പനി അത് റീപ്ലേസ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റുകൾ കൊടുക്കും. ഇതാണ് കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ പ്രസന്റേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ഓക്കെ, താങ്ക് യു.